ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മളെടുത്തത് പ്രൊജക്റ്റ് ടൈഗർ എന്ന കഥയിലെ 10 പാരഗ്രാഫ് നമ്മളെടുത്തു കഴിഞ്ഞു. മിസ്റ്റർ തോരട്ട് അദ്ദേഹം കടുവയെ പരിശീലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, മുളങ്കാട്ടിൽ കടുവയെ തുറന്ന് വിടുന്നത് എളുപ്പമാണെന്ന് കരുതുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖം ചുളിച്ചിട്ട് പറഞ്ഞത്, ഇത്രയും കാലമായിട്ട് കടുവയെ സ്വതന്ത്രമായി തുറന്നു വിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് സാധ്യമാവോ എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. ഇനി അവിടുന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ള മറുപടിയാണ്, വാട്ട് were all our plans going to go down the drain? എന്ത്, ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിയാൻ പോവുകയാണോ? How could we let the tiger's trainer be seen with the animal? How could Gobi and Bhaga be petrified with fear if the supposedly ferocious animal was accompanied by a man? ഒരു കടുവയോടൊപ്പമുള്ള പരിശീലകനെ എങ്ങനെയാണ് സിനിമയിൽ കാണിക്കാനാവുക? അതുപോലെ തന്നെ ഒരാളോടൊപ്പമാണ് കടുവ വരുന്നതെങ്കിൽ ഗോപിയും ഭഗയും എങ്ങനെയാണ് ഭയന്ന് വിറക്കുക? നോ, വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. ഇല്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നോണം മിസ്റ്റർ തോരട്ട് പറയാണ്, മിസ്റ്റർ തോരട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഇറ്റ് വിൽ ബി തിങ് ബട്ട് സ്ട്രോങ്. അപ്പോൾ അതിനൊരു പരിഹാരം മിസ്റ്റർ തോരട്ട് പറഞ്ഞത് എന്താ? ഞാൻ കടുവയുടെ കഴുത്തിൽ ഒരു കമ്പി ചുറ്റും. അത് നേർത്തതായിരിക്കും, എന്നാൽ അതിന് നല്ല ഫലമുണ്ടാകും. അങ്ങനത്തെ ഒരു കമ്പി ചുറ്റും. ഈ ഒരു ആശയം മിസ്റ്റർ തോരട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഇഫ് ഐ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻസ് ഇൻവിസിബിൾ ടു ദ ക്യാമറ. ഒരുപക്ഷെ കമ്പി നേർത്തതാണെങ്കിൽ അത് ഒരുപക്ഷെ ക്യാമറയിൽ കാണില്ലായിരിക്കും. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ വിച്ച് വുഡ് ഗിവ് ദ വോൾ തിങ് അവേ. എന്നാൽ ആ കമ്പി നമ്മൾ കഴുത്തിൽ ചുറ്റിയ ഭാഗത്ത് അവിടെ ആ കടുവയുടെ രോമങ്ങൾ ഇങ്ങനെ മാറിയിരുന്നാൽ അവിടെ ഒരു സ്വാഭാവികത എന്ത് ചെയ്യും? നഷ്ടപ്പെടുമല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് പറഞ്ഞു, വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക് ഐ സാറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കടുവത്തോല് കൊണ്ടുള്ള ഒരു കോളർ കണ്ടെത്തുക, അതിൽ കമ്പി ഉറപ്പിച്ചിട്ട് ആ കോളർ കടുവയുടെ കഴുത്തിലിട്ടാലോ എന്നൊരാശയം ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്യാനാണ് തീരുമാനിച്ചത്. അങ്ങനെ 13ാമത്തെ പാരഗ്രാഫ്. ഇൻ എ വില്ലേജ് called Nodum Gram, we found a suitable bamboo grove to film the first meeting between Gobi and Bhaga and the appearance of the tiger. അപ്പോൾ ഗൂബിയുടെയും ഭഗയുടെയും കണ്ടുമുട്ടലിനും കടുവയുടെ ആ പ്രത്യക്ഷപ്പെടലിനും അനുയോജ്യമായൊരു മുളങ്കാട് നോദും ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടെത്തി. സ്ഥലത്തിൻ്റെ പേരാണ് നോദും ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തി. മിസ്റ്റർ തോരട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. കടുവയുമായി തോരട്ട് ഷൂട്ടിംഗ് സ്ഥലത്തെത്തി. ദർ വെർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ഏകദേശം അവിടെ ഒരു 25 പേരുണ്ടായിരുന്നു. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. കുറേ പ്രദേശവാസികൾ ഞങ്ങളെങ്ങനെയാണ് കടുവയെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ അനുവാദം വാങ്ങി കൂടെ വന്നു. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. അങ്ങനെ നമ്മുടെ കടുവയെ തുറന്നു വിടുകയാണ്, പരിശീലനത്തിന് വേണ്ടി കൂട്ടിൽ നിന്നും പുറത്തിറക്കുകയാണ്. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ലോറിയുടെ കൂട് മൂടിയിരുന്നു. വെൻ ദ കവർ വാസ് റിമൂവ്ഡ് we were surprised to see not one but two well-fed and robust tiger.
അങ്ങനെ ആ ലോറി മൂടിയിരിക്കുന്ന ആ ലോറി അതിൻ്റെ മൂടി മാറ്റിയ സമയത്ത് ഞങ്ങൾ ഒന്നിന് പകരം നന്നായി തീറ്റ കൊടുത്ത് വളർത്തിയ നല്ല കരുത്തും ആരോഗ്യവുമുള്ള 2 കടുവകളെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ തോരട്ട് പറഞ്ഞു, അപ്പോൾ ഒരു കടുവയെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ 2 കടുവയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ തോരട്ട് അതിന് മറുപടി പറഞ്ഞു, ഐ ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. കാര്യങ്ങളൊക്കെ കൃത്യമാക്കാമെന്ന് വിചാരിച്ച് മിസ്റ്റർ തോരട്ട് എക്സ്പ്ലെയിൻ, ഇഫ് വൺ ഡസൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് വി ക്യാൻ യൂസ് ദ അതർ. ഒരു കടുവയെ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റേതിനെ ഉപയോഗിക്കാം. ഇങ്ങനെ തോരട്ട് എന്ത് ചെയ്തു, വിശദീകരിച്ചു. അങ്ങനെ 15ാമത്തെ പാരഗ്രാഫ്, വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇസ് ട്രൈപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രോവ്. അങ്ങനെ ക്യാമറ അതിൻ്റെ ആ മുക്കാലിയിൽ വെച്ച് മുളങ്കാടിന് നേരെ തിരിച്ചു വെച്ചു. മുക്കാലി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ക്യാമറയുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ 3 കാലുള്ള, അതിനാണ് പറയാം ട്രൈപോഡ്. അതിൽ വെച്ച് ക്യാമറ എന്ത് ചെയ്തു, നേരെ തിരിച്ചു വെച്ചു. The audience was instructed to get behind the camera and to stand as far back as possible. അങ്ങനെ കാണികളോട് ക്യാമറയുടെ പിറകിലായി അവരോട് കഴിയുന്നതും അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. We had to stay relatively close to the bamboo grove and Gobi and Baga too had to be within yard of the camera, for it was necessary to have at least one shot that showed them together within the tiger. അങ്ങനെ ഞങ്ങൾ കഴിയുന്നതും കാണികളോടൊക്കെ ദൂരെ നിൽക്കാൻ ഞങ്ങൾ കഴിയുന്നതും മുളങ്കാടിനോട് ചേർന്ന് നിന്നു. ഗോപിയും ബഗയും ക്യാമറയിൽ നിന്ന് അധികം അകലെയല്ലാതെ നിൽക്കണം. കാരണം എന്താണ്, കടുവയോട് ചേർന്ന് അവരെ കാണുന്ന തരത്തിൽ ഒരു ഷോട്ടെങ്കിലും എടുത്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അവരടുത്ത് നിൽക്കുക തന്നെ വേണം. ഇനി 16ാമത്തെ പാരഗ്രാഫ്. അങ്ങനെ 16ാമത്തെ പാരഗ്രാഫ്, മിസ്റ്റർ തോരട്ട്സ് മാൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. അപ്പോൾ കടുവ സഞ്ചരിക്കേണ്ട ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 30 അടി അകലെയായിട്ട് തോരട്ടിൻ്റെ ആളുകൾ 5 അടി നീളമുള്ള ഇരുമ്പ് കമ്പി മണ്ണിലിങ്ങനെ ഉറപ്പിച്ചു വെച്ചു. They took a thin, long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. നീളമുള്ള നേർത്ത കമ്പി അത് കടുവയുടെ കഴുത്തിൽ ഇട്ടിരുന്ന ആ കോളറിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചു. The other end was tied firmly to the visible portion of the iron rod. എന്നാൽ മറ്റേ അറ്റം മണ്ണിൽ കുത്തി നിൽക്കുന്ന കമ്പിയുടെ പുറമേ കാണുന്ന ആ പൊന്തി നിൽക്കുന്ന ഭാഗത്തും കെട്ടി. The door of one of the cage was unfastened and Mr. Thorat called out to the tiger. എന്നിട്ട് കൂടുകളിൽ നിന്ന് ഒന്ന് തുറന്ന് തോരട്ട് കടുവയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ കടുവ പുറത്തിറങ്ങുകയാണ്. It responded almost at once and sprang out of his cage to land on the open space outside. അങ്ങനെ അദ്ദേഹം കടുവയോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞ ഉടനെ തന്നെ കടുവ ചാടി പുറത്തേക്ക് വന്നു. വാട്ട് വാസ് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നീട് സംഭവിച്ചത് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. One look at Mr. Thorat's startled and helpless face told us that he was as taken aback as the rest of us. ഞങ്ങളെപ്പോലെ തന്നെ തോരട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് എന്ന് അയാളുടെ ആ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി. അയാളുടെ ആ മുഖം തന്നെ അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. Instead of walking sedately in a dignified manner, the tiger started prancing around with a tremendous enthusiasm. ആ കടുവ സാവധാനത്തിൽ ഇങ്ങനെ നടക്കുന്നതിന് പകരം ഏറെ ഊർജ്ജസ്വലതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു ചാടുകയുണ്ടായി.
It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in futile. അങ്ങനെ ഒക്കെ കടുവ അങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ എല്ലായിടത്തേക്കും ചാടുകയാണ്. എന്നാലോ നമ്മുടെ പരിശീലകന് ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ ടൈഡ് ടു ദ ടൈഗേഴ്സ് കോളർ ഇൻ ഫ്യൂറ്റൈൽ. പരിശീലകർ അതിൻ്റെ കോളറിൽ ആ കമ്പിയിൽ പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിജയിക്കുന്നില്ല. ഈ ഒരു അഭ്യാസങ്ങളൊക്കെ ഇങ്ങനെ കടുവ ഇങ്ങനെ കാണിക്കുമ്പം വി ഷുഡ് അറൗണ്ട് foolishly watching a new and strange kinds of circus which we were getting to see for free. ഇതിങ്ങനെ കടുവ ഇങ്ങനെ നടത്തുമ്പോൾ ഞങ്ങൾ വിഡ്ഢികളായി നിൽക്കുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സർക്കസ് സൗജന്യമായി കണ്ടിങ്ങനെ നിൽക്കുകയാണ്. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. മുളങ്കാട്ടിലേക്ക് തിരിച്ചു വച്ച ആ മുക്കാലിയിൽ ഉറപ്പിച്ച ക്യാമറ അവിടെ തന്നെയുണ്ട്. എന്നാലോ കടുവ ക്യാമറയുടെ നേരെ ഒരു പോകുന്ന ഒരു സാധ്യതയും അവിടെ കാണുന്നില്ല. കടുവ അങ്ങോട്ട് തിരിഞ്ഞു തന്നെ നിൽക്കുന്നില്ല. 17ാമത്തെ പാരഗ്രാഫ്. വൺസ് ദ ടൈഗർ ഹാഡ് കാം ഡൗൺ. അങ്ങനെ കടുവ ഒരു വിധം ശാന്തമായപ്പോൾ വി മാനേജ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട് വി നീഡഡ്. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അങ്ങനെ കടുവ കുറച്ച് ശാന്തമായപ്പോൾ ആവശ്യമുള്ള ഷോട്ടുകളൊക്കെ ഞങ്ങൾ ഒരു വിധമൊക്കെ എടുത്തു. അത് കഥയുടെ അവസാനവുമായിരുന്നു ആ ഷോട്ട്. But when we returned to Kolkata and looked at the scene with the tiger, we realized that the camera had failed to work properly. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഈ സീനുകൾ ഞങ്ങൾ കൊൽക്കത്തയിൽ തിരിച്ചു ചെന്ന് കടുവയോടൊപ്പമുള്ള ഷോട്ടുകൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ക്യാമറ കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല എന്ന്. ദ ഷോട്ട് വേർ ടു ഡാർക്ക്. എടുത്ത ഷോട്ടുകളൊക്കെ ഇരുണ്ടിരുന്നു, ഒന്നും കാണുന്നില്ല, ഡാർക്കായിരുന്നു. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് merging almost completely with the background of trees and leaves. മരങ്ങളുടെയും ഇലകളുടെയും പശ്ചാത്തലത്തിൽ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കടുവ ഏതാണ്ട് പൂർണ്ണമായി അത് മറഞ്ഞു പോയിരുന്നു. വി ഹാഡ് ടു ഷോട്ട് ദ സീൻ ഓൾ ഓവർ അഗെയിൻ. ഈ സീനുകൾ ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്യണമായിരുന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തോരട്ട് ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ. അങ്ങനെ വീണ്ടും കടുവ വിട്ടുതരാൻ അദ്ദേഹം തയ്യാറായി. വി ഫൗണ്ട് അനദർ ബാംബൂ ഗ്രോവ് ക്ലോസർ ടു കൽക്കത്ത ഇൻ എ വില്ലേജ് കോൾഡ് ബോറൽ. അങ്ങനെ കൽക്കട്ടയ്ക്ക് സമീപമുള്ള ബോറൽ എന്ന പറഞ്ഞ ഗ്രാമത്തിൽ ഞങ്ങളവിടെ ഒരു മുളങ്കാട് കണ്ടെത്തി. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. അവിടെ ലോറി ഒരിക്കൽ കൂടി വന്നു. വിത്ത് മിസ്റ്റർ തോരട്ട്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. അങ്ങനെ അവരുടെ മിസ്റ്റർ തോരട്ട്, കടുവ, പ്രത്യേക കോളറ്, സ്റ്റീൽ കമ്പി, ഇരുമ്പ് തണ്ട് എന്നിവയെല്ലാം ആ ലോറിയോട് കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ വോൾ വില്ലേജ്. ലോറിയിൽ ഗ്രാമവാസികൾ മുഴുവൻ ആളുകളുണ്ടായിരുന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. 70 അടി അകലെ നിൽക്കണമെന്ന് ഞങ്ങൾ ഗ്രാമവാസികളോടൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ നോ വൺ പേയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വേർ ടോൾഡ്. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. പക്ഷെ അവരോട് 70 അടി അകലെ നിൽക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞതൊന്നും അവരനുസരിച്ചില്ല. എല്ലാവരും ക്യാമറയോട് കഴിയുന്നത്ര അടുത്ത് നിൽക്കുകയാണ് ചെയ്തത്. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ദ ആർഗ്യൂയിങ്. ഞങ്ങൾക്ക് വിശദീകരിച്ചോ തർക്കിച്ചോ നിന്ന് സമയം കളയാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് മിസ്റ്റർ തോരട്ട്. അതിങ്ങനെ ഞങ്ങൾ ക്യാമറ ഒക്കെ റെഡിയാക്കി
മിസ്റ്റർ തോരട്ടിന് സിഗ്നൽ നൽകി. അങ്ങനെ അദ്ദേഹം ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്, അങ്ങനെ അദ്ദേഹം കൂടിൻ്റെ വാതിൽ തുറന്നു. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. അദ്ദേഹം ഇങ്ങനെ വാതിലണ്ട് തുറന്നപ്പം ക്ലാങ് ശബ്ദത്തോടെ വാതിൽ തുറന്നതും കടുവ അലറിക്കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിരുന്ന ഗ്രാമവാസികളുടെ നേർക്കിങ്ങനെ എടുത്തു ചാടി. അലറിക്കൊണ്ട് ഗ്രാമവാസികളുടെ അടുത്തേക്ക് എടുത്തു ചാടിയപ്പോൾ the crowd, consisting of about 150 people, melted away as if by magic. 150ഓളം വരുന്ന ഗ്രാമവാസികൾ അവരുടെ നേർക്ക് കടുവങ്ങെടുത്ത് ചാടിയപ്പോൾ അവർ ഒരു മാജിക് എന്ന വണ്ണം അവിടെ നിന്നും അപ്രത്യക്ഷമായിപ്പോയി. After that great burst of energy, the tiger calmed down very quickly, like an obedient child. It walked over to the spot we had chosen, paced about quickly as it was required to, and then ambled back to its trainer. അങ്ങനെ ആ കടുവ ഇങ്ങനെ ഒരു ഇവരൊക്കെ പേടിപ്പിച്ച ശേഷം കടുവ എന്ത് ചെയ്തു? അധികം വൈകാതെ തന്നെ അവന് ആ കടുവ ശാന്തനായി ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ ആ കടുവ ഞങ്ങൾ നിശ്ചയിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് നടന്നു. ഞങ്ങളുടെ ആവശ്യാനുസരണമുള്ള ഒരു നടത്തം കാഴ്ചവെച്ച് തിരിച്ച് അത് പരിശീലകൻ്റെ നേർക്ക് സാവധാനത്തിൽ ഇങ്ങനെ നടന്നു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം വിച്ച് വി റിയലൈസ്ഡ് 2 days later when we returned to Kolkata and saw the scene we had shot. ഇത്തവണയും ക്യാമറ നന്നായി പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് കൽക്കത്തയിലെത്തി ഞങ്ങൾ എടുത്ത ഷോട്ടുകളൊക്കെ കണ്ടപ്പോഴാണ് ഈ കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഇതാണ് നമ്മുടെ ഈ പാഠം, പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പാഠം ഇതാണ്. ഇനി ഇതിലുള്ള വേർഡ്സ് മീനിങ്: പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ ടെറിഫൈഡ്, സംഭീതമായ എന്നൊക്കെ പറയില്ലേ. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൃഢമായ, നല്ല ആരോഗ്യമുള്ള, സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മുടെ മുക്കാലി, അതായത് ഈ ക്യാമറയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 കാലുള്ള ആ ലെഗ്സ് ഉള്ള അതിനാണ്. സെഡേറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി. പ്രാൻസ് എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുക. ഫ്യൂറ്റൈൽ എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ, ഫലം കാണാത്ത. അഫോർഡ് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം ഉണ്ടാവുക. ക്ലാങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ലോഹങ്ങളൊക്കെ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോലെയുള്ള ശബ്ദമുണ്ടാക്കുന്നതിനാണ് ക്ലാങ്. ആംബിൾ എന്ന് പറഞ്ഞാൽ മെല്ലെ ശാന്തമായി നടക്കുന്നതിനാണ്. ഓക്കെ, അപ്പോൾ നന്നായി വായിക്കുക, കിട്ടാത്ത വാക്കുകൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.